ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂരാണ്. നാട്ടിലൊക്കെ നല്ല മഴയാണെന്നൊക്കെ കേട്ടു. ഇങ്ങനെ ബാംഗ്ലൂർ ഇപ്പോൾ ചൂടൊക്കെ മാറി പഴയ ആ ഒരു കൂൾ ക്ലൈമറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാവയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ചില പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരു മാക്സിമം ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല. പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്ട്രിങ് ആണെന്ന് വെച്ചോ. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രിങ്ങിൽ തന്നെ നമുക്ക് നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ. അപ്പോൾ സ്ട്രിങ്ങിലെ എല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും ഒരുപാടുണ്ട്. അതായത് അതിൽ സ്ട്രിങ് റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ റീപ്ലേസ് ചെയ്യുന്നത്, വേർഡ് റീപ്ലേസ് ചെയ്യുന്നത്, ഒക്കറൻസ് കൗണ്ട് ചെയ്യുന്നത്, പിന്നെ വൈറ്റ് സ്പേസ് റിമൂവ് ചെയ്യുന്നത്, അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതെല്ലാം ഇന്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ തന്നെ എൻ്റെ ഈ ക്വസ്റ്റ്യൻസോട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉള്ളവർക്കൂടെ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പം ചില ക്വസ്റ്റ്യൻസ് ഫ്രഷേഴ്സിനോട് മാത്രമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കോഡിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് വൺ, അറേ റിവേഴ്സ് യൂസിങ് എ ലൂപ്പ്. ഒരു ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അറേ റിവേഴ്സ് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്കത് പല രീതികളിൽ ചെയ്യാം. ഞാൻ ഓൾറെഡി നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്രോഗ്രാം ഒരിക്കലും ഇന്ന ഒരു രീതി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം ഈ കേസ്, ഇപ്പം അറേനെ റിവേഴ്സ് ചെയ്യുന്ന ഈ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പല മെത്തേഡ്സ് ചെയ്യാം. അതിലൊരു മെത്തേഡാണ് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. മറ്റ് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഒരു എക്സ്ട്രാ അറേ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻബിൽറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, പിന്നെ റിക്കേർഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓൺലൈനായിട്ട് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു രീതി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ എങ്ങനെ ചെയ്താലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടണം, അത്രേ ഉള്ളേ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഒരു ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ മെത്തേഡിലോട്ട് വരുന്നു. അവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഒരു 6 വാല്യൂസ്. സോ ആ അറേ സൈസ് 6 ആണ്. ദെൻ നമ്മൾ പ്രിന്റ് അറേ എന്നൊരു മെത്തേഡിനെ കോൾ ചെയ്യുന്നു. സോ ആ പ്രിന്റ് അറേ എന്നുള്ള മെത്തേഡിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ അവിടെ കണ്ടോ, നമ്മൾ അറേനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ തിരിച്ച് ബാക്ക് ടു മെയിൻ മെത്തേഡ്. അവിടെ വരുമ്പോൾ എന്താ, റിവേഴ്സ് അറേ എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. റിവേഴ്സ് അറേ നമ്മളിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ആണ് റിവേഴ്സ് അറേ. സോ അതിലോട്ട് നമ്മൾ 3 വാല്യൂസ് പാസ് ചെയ്യുന്നത്, 3 പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുക. ഒന്ന് ആ അറേയുടെ നെയിം ARR എന്നാണ്. സോ അറേ കൊടുത്തു. പിന്നെ സ്റ്റാർട്ടിങ് വാല്യൂ ആൻഡ് എൻഡിങ് വാല്യൂ. സോ സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇൻഡെക്സ് ആട്ടോ, അല്ലാതെ ആക്ച്വലി അറേയുടെ വാല്യൂസ് അല്ല, ഇൻഡെക്സ്. സോ അറേ സ്റ്റാർട്ടിങ് എപ്പോഴും 0 ആയിരിക്കും. സോ 0 പാസ് ചെയ്തു. എൻഡിങ് ഇപ്പോൾ ഇവിടെ 6 വാല്യൂ ആണ്. സോ 0ൽ നിന്ന് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ വരിക, അത് ഈ 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക, 0th ഇൻഡെക്സ്, 2 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക, ഫസ്റ്റ് ഇൻഡെക്സ്, 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക, സെക്കൻഡ് ഇൻഡെക്സ്, അങ്ങനെയാണ്. അപ്പം അങ്ങനെ 6 എന്നുള്ള വാല്യൂ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക, 5th ഇൻഡെക്സിലായിരിക്കും. സോ ലാസ്റ്റ് ഇൻഡെക്സ് അത് 5 ആണ്, അതാണ് 5 എന്ന് പാസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ആ ലോജിക്ക് എഴുതിയിരിക്കുന്ന ആക്ച്വൽ മെത്തേഡ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നോക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ 3 പാരാമീറ്റേഴ്സിന് റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടെമ്പ് എന്നൊരു ടെമ്പററി ഇൻറ്റീജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ദെൻ വൈൽ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോവാണ് അറേനെ. ഓക്കെ, സോ അറേ റിവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറയാം. ഇപ്പോൾ 1 2 3 4 5 6 നല്ല കൊടുത്തത്. സോ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരണം, 6 5 4 3 2 1 എന്നാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, സോ അതിനായിട്ട് വൈൽ ലൂപ്പ്. അവിടെ നമ്മൾ വൈലിനകത്ത് എന്താ കണ്ടീഷൻ കൊടുക്കുന്നത്, സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ്. എപ്പോഴും തന്നെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 എന്നുള്ളത് അത് ലെസ് ദാൻ ആയിരിക്കണം എൻഡിങ് ഇൻഡെക്സിനേക്കാൾ, അതായിരിക്കും വൈൽ കണ്ടീഷൻ. ദെൻ ടെമ്പ് എന്നുള്ള ടെമ്പററി വേരിയബിളിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. ശരിക്കും അതൊരു സ്വാപ്പിംഗ് എന്നുള്ള ആ ഒരു മെത്തേഡാണ് വരുന്നത്.
വേറൊരു വേരിയബിൾ എടുത്ത് അതിലോട്ട് കൊടുക്കുന്നു, അതിൽ നിന്ന് മറ്റൊന്നിലോട്ട് കൊടുക്കുന്നു, ആ പരിപാടി. ദെൻ ഫസ്റ്റ് ഇൻഡെക്സിലോട്ട്, അത് എറർ സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു ഇൻഡെക്സിലോട്ട് നമ്മൾ എൻഡിൽ ആ വാല്യൂവിനെ എടുത്ത് അസൈൻ ചെയ്യുന്നു. ദെൻ ആ എൻഡിലെ വാല്യൂട്ട് എന്ത് ചെയ്യും, ടെമ്പിലെ വാല്യൂവിനെ എടുത്ത് അസൈൻ ചെയ്യുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാല്യൂ സ്വാപ്പിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ദെൻ അപ്പം ഇപ്പം ആ ഇൻഡെക്സ് മാറി മാറി വരുന്നുണ്ട്. സോ അടുത്തതിലോട്ട് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് പ്ലസ് പ്ലസ് കൊടുക്കുന്നു. അതിൽ എൻഡ് എന്ത് ചെയ്യണം, ഇപ്പം എൻഡ് എന്നുള്ളത് മുൻപിലത്തെ വാല്യൂലോട്ട്, മുൻപിലത്തെ ഇൻഡെക്സിലോട്ട്. സോ അത് കുറയ്ക്കണം, അതാണ് എൻ മൈനസ് മൈനസ് എന്ന് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു n നമ്പർ ഓഫ് ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാനായിട്ടാണ്. ഈ ഫിബൊനാച്ചി സീരീസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പാലൻഡ്രോം ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏത് രീതി വേണമെങ്കിലും വരാം. ഇപ്പം നമ്മൾ ഫിബൊനാച്ചിയുടെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അതായത് ആദ്യത്തെ ഒരു 10 നമ്പേഴ്സിൻ്റെ ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ ബിറ്റ്വീൻ നമ്പേഴ്സ്, ഇപ്പം എന്താ പറയുക, ഒരു n1 n2 രണ്ട് ലിമിറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക. പിന്നെ വരാം ഇത്ര നമ്പർ ഓഫ് ഫിബൊനാച്ചി സീരീസിൻ്റെ സം എടുക്കാനായിട്ട് പറയാം. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാനത് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും എല്ലാ ഒരു ശരിക്കും ജാവ പ്രോഗ്രാമറിന് എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, അതെല്ലാം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പോകണമെന്നല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കണം. ഓക്കെ, അപ്പം ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവേ. ഇവിടെ പറഞ്ഞേക്കുന്നത് n നമ്പർ ഓഫ് ഫിബൊനാച്ചി നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനാണ്. അതായത് ഇപ്പം നമ്മൾ 10 എന്ന് കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക. സോ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ കണ്ടു, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 10 നമ്പേഴ്സ് ഫിബൊനാച്ചി നമ്പർ എന്നാ വരിക, 0 1 1 2. സോ നിങ്ങൾക്ക് ഫിബൊനാച്ചി നമ്പേഴ്സ് എന്നാന്ന് അറിയാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. ദെൻ അടുത്ത നമ്പർ 1 ആയിരിക്കും വരിക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, ആദ്യത്തെ ആ രണ്ടെണ്ണത്തിൻ്റെ സം ആയിരിക്കും. സോ 0 + 1 അതിൻ്റെ സമ്മാണ് 1 എന്നാണ് ഈ പ്രിന്റ് ചെയ്തേക്കുന്നത്. അടുത്ത എന്ത് വരിക, അടുത്ത ഡിജിറ്റ്സ് തന്നെ മുന്നത്തുള്ളത്. ഇപ്പം അടുത്ത ഈ 1 കൂടെ സം എടുക്കും, അപ്പോൾ 2 അല്ലേ, അപ്പോൾ അത് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഈ 2ഉം അതിന് മുന്നത്തെ ഈ 1ഉമായിട്ട് സം ചെയ്യും, അപ്പോൾ 3 വരും, അത് പ്രിന്റ് ചെയ്തു. എന്ത് ചെയ്യും, ഈ 3യും അതിന് മുന്നത്തെ ഡിജിറ്റ് തന്നെ 2 ആണ്. സോ അതോട് സമയം 5 കിട്ടും, അത് 5 വന്നു. പിന്നെ 5ഉം 3 സം എടുത്തു 8 വന്നു, 8ഉം 5ഉം സം എടുത്ത് 30 വന്നു, അങ്ങനെ പോകും. സോ അങ്ങനെ ആദ്യത്തെ 10 നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇതാണ് ഔട്ട്പുട്ട് വരേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മൾ എന്തായാലും ആദ്യത്തെ 2 നമ്പേഴ്സ് നമ്മൾ എന്തായാലും ഡയറക്റ്റ് കൊടുക്കണം, 0ഉം 1ഉം. സോ അതുകൊണ്ട് നമ്മൾ n1 0 എന്നും കൊടുത്തു, n2 1 എന്നും കൊടുത്തു. പിന്നെ n3 എന്നൊരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. അതായത് അടുത്ത 3 4 5 ഒക്കെ പ്രിന്റ് ചെയ്ത് പോകണമല്ലോ. സോ അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന വേരിയബിൾ n3 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. പിന്നെ കൗണ്ട് എന്നൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര നമ്പേഴ്സ്, ഇപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ സെറ്റ് ചെയ്യാണ് 10 എന്നുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസർ ഇൻപുട്ട് റീഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി കോഡിൽ തന്നെ കൗണ്ട് കൊടുത്ത് 10 എന്ന് പറഞ്ഞ് പിന്നെ അതിനൊരു വേരിയബിൾ കൊടുത്ത് നമ്മൾ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് എന്നല്ല, നമ്മൾ ആദ്യം ആദ്യത്തെ 2 ഡിജിറ്റ്സ് 0ഉം 1ഉം ആണല്ലോ, അത് പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത് n1ഉം n2ഉം പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഫോർ ലൂപ്പിലോട്ട് പോരുകയാണ് നമ്മൾ. ഫോർ ലൂപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഹൈയുടെ വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം ഏതാ കൊടുക്കേണ്ടത്, 2 കൊടുക്കാൻ കാരണം എന്നാ, ആദ്യത്തെ 0th 0ഉം 1ഉം നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ അതും പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, 0 1 പോയി അടുത്ത് 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മീൻസ് സെക്കൻഡ് എന്നുള്ള ഇൻഡെക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം 2 എന്ന് കൊടുത്തേക്കുന്നത്. എന്ത് ചെയ്യണം, ലിമിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടീഷൻ കൊടുക്കുക. എന്താ, i< കൗണ്ട് ആണ്. അപ്പോൾ 10 ആണ് നമ്മുടെ കൗണ്ട്. സോ i< കൗണ്ട് കൊടുക്കുന്നു. ദെൻ ++ ആണ് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്ക് എന്താണ്, ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രീവിയസ് 2 നമ്പേഴ്സും സം ആണ്. സോ എന്ത് ചെയ്യും, n3 = n1 + n2 ആയിരിക്കും വരിക. ദെൻ അത് n3 പ്രിന്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യണം, ഇപ്പം ആദ്യത്തെ 3 എണ്ണം പ്രിന്റ് ചെയ്ത് കിട്ടി നമുക്ക്. നമുക്ക് അടുത്തോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, n1ൻ്റെ n2ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണ്ടേ. ഇപ്പം നിൽക്കുന്നത് എവിടെ, n1 0ഉം n2 1ഉം നിൽക്കുന്നത്. അതിൻ്റെ സം എടുത്തപ്പോഴാണ് ഈ n3 എന്നുള്ള, അതായത് 0 + 1 എന്നുള്ള ഈ 1 പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്തലോട്ട് പോകണമെങ്കിൽ എന്നാ ചെയ്യണം, ഈ n1ൻ്റെ വാല്യൂ, n1 ഇപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അത് മാറി എന്ത് ചെയ്യണം, n1ൻ്റെ വാല്യൂ ഈ 1 വരണം, അല്ല n2ൻ്റെ വാല്യൂ ഈ 2 വരണം. എങ്കിൽ മാത്രമേ 3 എന്നുള്ള സം കിട്ടത്തുള്ളൂ അല്ലേ. സോ അത് നമ്മൾ സ്വാപ്പ് ചെയ്യണം. സോ n1ലോട്ട് n2നെ കൊടുത്തു, n2ലോട്ട് n3നെ കൊടുത്തു. മനസ്സിലായോ? ദെൻ വീണ്ടും ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആവുന്നു. അങ്ങനെ നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ഫിബൊനാച്ചി നമ്പർ എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്ട്രിങ്ങിൻ്റെ ആണ്. ഞാൻ പറയാമല്ലോ, ഒരു ഫ്രഷേഴ്സിനോട്
സ്ട്രിങ്സ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനോട് മസ്റ്റായിട്ട് നമുക്കൊരു 90% എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രിങ്സിൽ നിന്നുള്ളത്. സോ സ്ട്രിങ് വെച്ചുള്ള കളികളായിരിക്കും ഫുള്ള് വരിക. അപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും 2-3 വർഷമൊക്കെ എക്സ്പീരിയൻസ്, മിനിമം 2-3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ, സ്റ്റാർട്ട് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും സ്ട്രിങ് മാക്സിമം പഠിച്ചിട്ട് പോവുക, സ്ട്രിങ്ങിൻ്റെ പ്രോഗ്രാംസ്. കാരണം എല്ലാവരും തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം സ്ട്രിങ് എന്നുള്ള ഒരു മൊഡ്യൂൾ. സ്ട്രിങ് അതുപോലെ തന്നെ കളക്ഷൻസ്, അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടോഗിൾ ചെയ്യാനായിട്ട്. ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൽ ക്യാരക്ടറിനെ ടോഗിൾ ചെയ്യുക. ഇപ്പം ഇത് കണ്ടു, ഇപ്പം ഞാനിപ്പോൾ ഇൻപുട്ട് ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ജാവ, ജെ സ്മോൾ ആണ്, എ ക്യാപിറ്റൽ ആണ്, വി ക്യാപിറ്റൽ ആണ്, ആൻഡ് ലാസ്റ്റ് എ ഈസ് സ്മോൾ. അപ്പോൾ ടോഗിൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടണം? ഓപ്പോസിറ്റ് വരണം. അതായത് ഈ ആദ്യത്തെ ജെ സ്മോൾ ആയിരുന്നല്ലോ, അതെന്ത് കിട്ടണം? ക്യാപിറ്റൽ വരണം. രണ്ടാമത്തെ എ ക്യാപിറ്റൽ ആയിരുന്നു, അപ്പോൾ അത് സ്മോൾ ആയിട്ട് വരണം. പിന്നെ മൂന്നാമത്തെ ലെറ്റർ വി ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു, സോ അത് സ്മോൾ ലെറ്റർ ആയിട്ട് വരണം. പിന്നെ ലാസ്റ്റത്തെ എ സ്മോൾ ലെറ്റർ ആയിരുന്നു, ഇത് ക്യാപിറ്റൽ ആയിട്ട് വരണം. അതായത് ജസ്റ്റ് ക്യാപിറ്റലിനെ സ്മോൾ ആക്കുക, സ്മോളിനെ ക്യാപിറ്റൽ ആക്കുക. അതാണ് ടോഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോഗ്രാം നമുക്ക് പല രീതികളിൽ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്തേക്കുന്ന രീതിയിൽ, അതായത് നമ്മൾ ടു ലോവർ കേസ് ടു അപ്പർ കേസ് എന്നുള്ള ഇൻബിൽട്ട് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസ്കി വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ അസ്കി വാല്യൂസിനോടൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ ഇൻബിൽട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാനുള്ള രീതിയാണ് കാണിക്കുന്നത്. അസ്കി വാല്യൂസ് വേണവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ എസ് എന്നൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്തു, അതിൽ ജാവ എന്നുള്ള ആ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദെൻ S1 എന്നൊരു എംപ്റ്റി സ്ട്രിങ്ങിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഫോർ ലൂപ്പ് എടുക്കുകയാണ്. ഫോർ ലൂപ്പ് i = 0 എന്ന് കൊടുത്തു. അത് ക്യാരക്ടേഴ്സ് മീൻസ് അതിന് നമ്മളൊരു അറേ ആയിട്ടാണ് എടുക്കുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രം എവിടെയെങ്കിലും 0 എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ എന്ത് കൊടുത്തു? s.length, അതായത് എത്രയാണ് ലെങ്ത് ആ ക്യാരക്ടേഴ്സ് ആ വേർഡിൻ്റെ അത്രത്തോളം തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് s.length എന്നുള്ള മെത്തേഡ് കൊടുത്തേക്കുന്നത്. ദെൻ i++. അടുത്ത് നമ്മൾ എല്ലാം ചെക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ലോജിക്കാണ്. അതായത് ഈഫ് എന്താണ്? ക്യാരക്ടർ ഡോട്ട് ഈസ് അപ്പർ കേസ് s.character_i. അതായത് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടർ എന്നാന്ന് ചെക്ക് ചെയ്യുന്നത്? ഈസ് അപ്പർ കേസ് ആണോ? ഈസ് അപ്പർ കേസ് എന്നുള്ള മെത്തേഡ് ക്യാരക്ടർ ക്ലാസ്സിൽ വരുന്നതാണ്. സോ ചെക്ക് ചെയ്യണം ആ പർട്ടിക്കുലർ ക്യാരക്ടർ അപ്പർ കേസ് ആണോ. ആണെങ്കിൽ ഈ ഈസ് അപ്പർ കേസ് എന്നുള്ള മെത്തേഡ് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ട്രൂ ആണെന്നുള്ളത്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. അതായത് S1 എന്നുള്ള ആ ഒരു എംപ്റ്റി സ്ട്രിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതിലോട്ട് എന്ത് ചെയ്യും? S1+ അപ്പൻഡ് ചെയ്യുകയാണ്. സോ S1+ ക്യാരക്ടർ ഡോട്ട് ടു ലോവർ കേസ് എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ എന്ത് ചെയ്യും? ലോവർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ടു ലോവർ കേസ് ശ്രദ്ധിക്കുക, ആ മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അല്ല ആണ് എൽസ് കേസ് കൊടുത്തേക്കുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസ്, അതായത് ആ ഒരു ക്യാരക്ടർ ലോവർ കേസ് ആവുന്ന കേസ്, അതാണെങ്കിൽ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? അതിനെ അപ്പർ കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ അപ്പൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ആ S1 എന്നുള്ള സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ട്രിങ്ങിലെ യൂണിക് ക്യാരക്ടേഴ്സിനെ പ്രിന്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PPPDIF ആണെങ്കിൽ അല്ലെങ്കിൽ യൂണിക് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയ DAF P അല്ല, കാരണം B 3 പ്രാവശ്യം വന്നല്ലോ. സോ അതാണ് ജാവ പ്രോഗ്രാം. നമുക്ക് ആൻസറിലോട്ട് വരാം. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സ്ട്രിങ് str എന്നൊരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജാവ എന്ന് കൊടുത്തേക്കുന്നത്. സോ ജാവ എന്നുള്ള യൂണിക് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയ J അതെ V അതെ A അല്ല, കാരണം അത് A 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ലൂപ്പിലോട്ട് വരാം. ഫോർ ലൂപ്പ് int i = 0, ദെൻ i str.length. അതെന്താ കാരണം? നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രിങ്ങിലെ ആ ഒരു ഫുൾ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അതിനാണ് നമ്മൾ ഈ ലെങ്ത് എന്നുള്ള മെത്തേഡ് കൊടുത്തിട്ട് ആ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് അത്രയും തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആണ്, അതിനാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ ഒരു ഫ്ലാഗ് എന്നൊരു ഇൻറ്റിജർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 0 എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ ഈ ലൂപ്പിനുള്ളിൽ കൊടുക്കാൻ കാരണം? ഓരോ തവണയും വീണ്ടും അത് റീസെറ്റ് ആവണം. ഇപ്പോൾ നമ്മൾ പുറത്താണ് കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും റീസെറ്റ് ആവുന്നില്ല. അപ്പോൾ ഓരോ തവണ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആയിട്ട് അടുത്ത ഇറ്ററേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും അത് 0 എന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ലൂപ്പിനുള്ളിൽ തന്നെ ഇതിനെ ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ ജാവ കോൺസെപ്റ്റ്സ് നമുക്ക് തറവായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളേ. ഇനി നമ്മൾ വേറെ ലൂപ്പ് കൊടുക്കുന്നു, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് അടുത്ത ക്യാരക്ടറിനെ എടുക്കണമല്ലോ. എന്നിട്ട് നമ്മൾ അടുത്ത ലൂപ്പ് കൊടുക്കുക. ഫോർ int gi = 0,
ജെ ലെസ് ദാൻ str ഡോട്ട് ലെങ്ത് തന്നെ ജെ പ്ലസ് പ്ലസ്. നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ആ രണ്ട് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് രണ്ടും സെയിം ആണോ എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കിയാണ്. സോ അതിനായിട്ട് എന്ത് ചെയ്യണം, ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഇഫ് എന്താ str ഡോട്ട് ക്യാർ അറ്റ് ഓഫ് ക്യാർ അറ്റ് ഓഫ് ഐ, അതായത് ഐ എന്നുള്ള ആ ഒരു പൊസിഷൻ, അതായത് ഐ എന്ന് പറഞ്ഞപ്പോൾ 0 ആണല്ലോ, സോ 0th പൊസിഷനിലെ ആ ഒരു ക്യാരക്ടറിനെ എടുക്കുന്നു. അത് ഈക്വൽ ആണോ, ആണ് ഡബിൾ ഈക്വൽസ് കൊടുത്തേക്കുന്നത്. ദെൻ എന്താ ചെക്ക് ചെയ്യുക, str ഡോട്ട് ക്യാർ അറ്റ് ഓഫ് ജെ. ഇപ്പം ജെക്കകത്ത് ഇപ്പം എന്ത് വരും, ആ ഫസ്റ്റ് ക്യാരക്ടർ എടുക്കുകയാണ്, ജെക്കുള്ള 0 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് എന്താണ്, ഐ നോട്ട് ഈക്വൽസ് ജെ. ദാറ്റ് മീൻസ് ഈ എടുക്കുന്ന ഫസ്റ്റ് ക്യാരക്ടർ തന്നെ എടുത്ത് വീണ്ടും ഫസ്റ്റ് ക്യാരക്ടർ തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഐ നോട്ട് ഈക്വൽസ് ജെ എന്ന് കൊടുക്കാൻ കാരണം മനസ്സിലായോ? സോ അതിന് നമ്മൾ ഈ ആൻ കണ്ടീഷൻ കൊടുത്ത് അതിനെ കമ്പയർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇഫ് കണ്ടീഷൻ ഫോൾസ് ആകുന്നു, നേരെ അത് ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോകുന്നു. ദെൻ വീണ്ടും അടുത്ത ലൂപ്പിലോട്ട് വരും. ഇപ്പം നമ്മുടെ ഈ കേസിൽ ഐയുടെയും ജെയുടെയും വാല്യൂ 0. ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്യാരക്ടർ തന്നെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവത്തില്ല, മീൻസ് ഈ ഒരു ഇഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, ദെൻ വീണ്ടും വരുന്നു, ഐ ഈക്വൽ ടു 0 തന്നെയാണ്, സോറി ഐ ഈക്വൽ ടു 0, ദെൻ ഐ പ്ലസ് പ്ലസ് ആണ് വരുന്നത്. ദെൻ ഫ്ലാഗ് ഈക്വൽ 0, ദെൻ ഇൻറ്റ് ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ str ഡോട്ട് ലെങ്ത് കൊടുക്കുന്നു, ജെ പ്ലസ് പ്ലസ്. ഓൾറെഡി ജെ പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റ് ആയിരുന്നല്ലോ ഇവിടെ നമ്മൾ ആ ലൂപ്പിൽ. ഓക്കെ, സോ ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ്, ജാവയിലെ കോൺസെപ്റ്റാണ് ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞതാണ്. അത് എക്സിക്യൂട്ട് ആവുന്നത് എപ്പോഴാണ്, ഈ ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ 0 തന്നെ നിൽക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത്. പിന്നെ ജെയുടെ വാല്യൂ മാത്രം ഇപ്പം ഇൻക്രിമെൻ്റ് ആയത്. സോ ജെയുടെ വാല്യൂ 1 ആയി മാറി. സോ ജെയുടെ വാല്യൂ 1 ആയി, 1 ലെസ് ദാൻ ലെങ്ത് ആണ് ചെക്ക് ചെയ്യാതെ. ദെൻ വീണ്ടും ഇവിടെ വരുന്നത് ചെക്ക് ചെയ്യാണ്, str ഡോട്ട് ക്യാരറ്റ് ഓഫ് 0 ഈക്വൽസ് str ഡോട്ട് ക്യാരറ്റ് ഓഫ് 1 ആണോ എന്ന്. അങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്നു. സെയിം ആണെങ്കിൽ ഇത് ഇത്രയും പോർഷൻ ട്രൂ ആണ്. പിന്നെയും ബാക്കിയുണ്ട് എന്താ, ആൻഡ് ഐ നോട്ട് ഈക്വൽസ് ജെ, ഐയും ജെയും ട്രൂ അല്ല, ഈക്വൽ അല്ല. സോ ആ കണ്ടീഷൻ ട്രൂ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ യൂണിക് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ അത് 1 ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ ബ്രേക്ക് ചെയ്ത് പോരുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് സ്ട്രിങ് ഇങ്ങനെ പോയിട്ട് ആ സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് ഫുൾ കമ്പയർ ചെയ്ത് നോക്കിയാണ് ഓരോ ക്യാരക്ടറും ഈക്വൽ ആണോ എന്നുള്ളത്. അവസാനം എന്ത് ചെയ്യും, ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 0. ഇപ്പോൾ ഓരോ തവണ ഇപ്പം ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആവുന്ന കേസ് ഉണ്ടല്ലോ, അത് വരുമ്പോഴത്തേക്കും ഈ ഫ്ലാഗ് ഈക്വൽസ് 0ക്കകത്ത് വരുന്നെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നു str ഡോട്ട് ക്യാരക്ടർ ഓഫ് ഐ, ആ പർട്ടിക്കുലർ യൂണിക് ക്യാരക്ടർ അത് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഫ്ലാഗ് ഈക്വൽസ് 0 എന്ന് പറഞ്ഞാൽ എന്നാ അതിനർത്ഥം, അത് യൂണിക് ക്യാരക്ടറാണ്, റിപ്പീറ്റഡ് അല്ല. അതാണ് ആ പറഞ്ഞേക്കുന്നതിൻ്റെ മീനിങ്. അതായത് ഈ ഒരു ഈഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്ന കേസിൽ അല്ലേ, അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. ദെൻ വീണ്ടും അത് ലൂപ്പിലോട്ട് പോവുക ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ ഈഫ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് എവിടെയാ, ഈ ഒരു ഐ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജാവ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ സ്ട്രിങ് ഇസ് എ പാലൻഡ്രോം. പാലൻഡ്രോം വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് റിവേഴ്സ് അത് ഇൻറ്റിജറിൻ്റെ കേസും വരാം, സ്ട്രിങ്ങിൻ്റെ കേസും വരാം. ഏതിനാണെങ്കിലും എന്താ, ഒറിജിനൽ വാല്യൂ സെയിം ആയിരിക്കും, അതിനെ തിരിച്ചിട്ടാലും റിവേഴ്സ് എടുത്താലും. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ഇൻറ്റിജറിൻ്റെ കേസ് ചോദിക്കും, ഇപ്പോൾ ഒരു നമ്പറിൻ്റെ റിവേഴ്സും ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ പാലൻഡ്രോം ആണോ ചെക്ക് ചെയ്യാനും ചോദിക്കാം, സ്ട്രിങ് പാലൻഡ്രോം ആണോ ചെക്ക് ചെയ്യാനും ചോദിക്കാം. ഇപ്പോൾ ഇത് സ്ട്രിങ്ങിൻ്റെ കേസാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്ട്രിങ് മെയിൻ മെത്തേഡ്. ഓക്കെ, ഇതാണ് മെയിൻ മെത്തേഡ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ str എന്നൊരു സ്ട്രിങ് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം, ഗീക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. കാരണം എന്നാണെന്നറിയാവോ, അത് ഓപ്ഷനിലാണ്. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ഗീവ് ദിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതൊരിക്കലും ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ ജാവ പ്രോഗ്രാമിൽ ഓരോ ക്യാരക്ടറും കേസ് സെൻസിറ്റീവ് ആണ്. ഇപ്പം സ്മോൾ ലെറ്റർ എ കൊടുക്കുന്നു, ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ രണ്ടും എ ആണ്, സെയിം ആണ്. പക്ഷേ ജാവ പ്രോഗ്രാം നോക്കുമ്പോഴത്തേക്കും അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സും അസ്കി വാല്യൂ ഉണ്ടല്ലോ. സോ ക്യാപിറ്റൽ എയുടെ അസ്കി വാല്യൂ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് സ്മോൾ ലെറ്റർ എയുടെ അസ്കി വാല്യൂ ഇസ് ഡിഫറെൻറ്റ്. സോ ആ രണ്ടും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. സോ നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജാവ പ്രോഗ്രാം നോക്കുമ്പോഴത്തേക്കും രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ തോന്നത്തുള്ളൂ, അതിനെ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് സ്ട്രിങ്ങിനെ
ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ബൂളിയൻ ക്യാരക്ടർ എ എന്ന് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അത് വെച്ചുകൊണ്ട് നമ്മൾ ഈസ് പാരൻട്രോം എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുകയാണ്. അതിലോട്ട് നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്ത് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നു. നമുക്ക് ഈസ് പാരൻട്രോമിലോട്ട് വരാം. ഇതാണ് ഈസ് പാരൻട്രോം മെത്തേഡ്. അവിടെ ആ സ്ട്രിങ്ങിനെ റിസീവ് ചെയ്യുന്നു. ദെൻ റിവ് എന്ന് പറഞ്ഞിട്ട് ഒരു എം ടി സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൂളിയൻ വാല്യൂനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോൾസ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത്. ദെൻ ഫോർ ലൂപ്പിനകത്ത് വരുന്നു. ഫോർ ലൂപ്പിനകത്ത് ഐ ഈക്വൽസ് അപ്പം എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി എവിടെ നിന്നായിരുന്നു അറേ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിലെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. അത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നതാ, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റിൽ പോകണം അല്ലേ. സോ ലാസ്റ്റിൽ പോകാനായിട്ടുള്ള ലോജിക്കാണ് കൊടുത്തേക്കുന്നത്. str.length-1. സോ str.length കൊടുക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇൻഡെക്സിലോട്ട് പോകണം. ഇവിടെ -1 കൊടുക്കാൻ എന്നാ കാരണം? ഈ സ്ട്രിങ് എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക 0 എന്നാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ -1 കൊടുക്കാൻ കാരണം. ഒന്ന് കുറയ്ക്കണമല്ലോ. അതിനായിട്ട് കണ്ടീഷൻ എന്ത് വരും? i > 0 ആയിരിക്കും. അത് ഫസ്റ്റ് വരെ വരണം അതിനായിട്ട്. ദെൻ i - കുറഞ്ഞു വരണമല്ലോ ഇൻഡെക്സ്, അതിന് വേണ്ടിയിട്ട്. ദെൻ റിവ് ഈക്വൽസ് റിവ് പ്ലസ് str.character of i. അതായത് ആ ഒരു ആദ്യത്തെ ലൂപ്പിൻ്റെ കേസാണ് പറഞ്ഞത്. ആ എം ടി സ്ട്രിങ്ങിലോട്ട് എന്ത് ചെയ്യും? ആ ith ക്യാരക്ടർ, അതായത് ലാസ്റ്റത്തെ ആ ക്യാരക്ടറിനെ എടുത്ത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ വീണ്ടും ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നു. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടറിലോട്ട് പോകുന്നു. അവിടെ പെട്ട് അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ള ആ ഒരു സ്ട്രിങ്, ഒരു ലെറ്ററുള്ള സ്ട്രിങ് കിട്ടിയല്ലോ, അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവുക. ഫൈനലി എന്നാ പറ്റും? ആ ഫസ്റ്റ് ക്യാരക്ടർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് റിവേഴ്സ് സ്ട്രിങ്ങിനെ നമ്മുടെ ഈ റിവ് എന്നുള്ള സ്ട്രിങ്ങിലോട്ട് കിട്ടിയിരിക്കും. അടുത്ത് എന്നാ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഒറിജിനൽ സ്ട്രിങ്ങിൻ്റെ പേരിന് str എന്നായിരുന്നു നമ്മളിവിടെ റിസീവ് ചെയ്തേക്കുന്നത് അല്ലേ. സോ ആ str ഈക്വൽസ് റിവ് ആണോ ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താ? അത് ബൂളിയൻ ആയിരിക്കും. അതാണ് ഈ ഇഫ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഈ ഇഫ് str.equals എന്ന മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. റിവ് ആണോ ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ഈ ആൻസ് എന്നുള്ള ഈ ബൂളിയൻ വരുമ്പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, അതിൻ്റെ വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ആൻസിൻ്റെ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതെവിടെ വരുന്നു? നമ്മുടെ ഈ മെയിൻ മെത്തേഡിലെ ഈ ബൂളിയൻ എ എന്നുള്ള വേരിയബിളിലോട്ട് വരുന്നു. ട്രൂ ആണെങ്കിൽ ഇപ്പോൾ പാരൻട്രോം ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. അത് എ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും വരിക. അതിനെവിടെ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പാരൻട്രോം ചെക്ക് ചെയ്യുന്നത്. അടുത്ത പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിലെ കോൺസണൻസിനെ, വവൽസിനെ, അതുപോലെ ഡിജിറ്റ്സിനെയൊക്കെ വൈറ്റ് സ്പേസിൻ്റെ ഒക്കെ കൗണ്ട് പ്രിൻറ്റ് ചെയ്യാനായിട്ടാണ്. വവൽസ് എന്ന് അറിയാമല്ലോ, AEIOU ഈ ക്യാരക്ടേഴ്സാണ് വവൽസ്. പിന്നെ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 to 9 വരുന്ന ഡിജിറ്റ്സ്. പിന്നെ വൈറ്റ് സ്പേസ്. പിന്നെ എന്താ കൺസണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ ദാൻ വവൽസ് ആണ്. അതായത് AEIOU അല്ലാത്ത ബാക്കി വരുന്ന ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ അതിൻ്റെ കൗണ്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബൈ മിറാൻഡ എന്ന സ്ട്രിങ് കൊടുത്തിരിക്കുന്നു. ദെൻ കുറച്ച് ഇൻറ്റിജർ വേരിയബിൾസിനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് വിത്ത് 0, വവൽസ്, കൺസണൻസ്, ഡിജിറ്റ്സ്, സ്പേസ്, ഇതിനെയൊക്കെയാണ് ഈ വേരിയബിൾസിലോട്ട് നമ്മളതിൻ്റെ കൗണ്ട് എടുത്തിട്ട് സ്റ്റോർ ചെയ്യുക. സോ ഇനിഷ്യലൈസിങ് വിത്ത് 0 ആണ് കൊടുത്തേക്കുന്നത്. ദെൻ നമ്മുടെ ആ ഒരു സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് line.to ലോവർ കേസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ കമ്മിങ് ടു ഫോർ ലൂപ്പിൽ പോയിട്ട് ഓരോ ഫസ്റ്റ് ക്യാരക്ടർ തൊട്ട് ലാസ്റ്റ് ക്യാരക്ടർ വരെ നമ്മൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അതിനായിട്ട് int i = 0 ലെസ് ദാൻ എന്താ വരിക? line.length. ദെൻ i++. ദെൻ ch എന്നൊരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് എന്ത് ചെയ്യും? ith പൊസിഷനിലെ ആ സ്ട്രിങ്ങിലെ വേരിയബിളിനെ എടുത്ത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. തന്നെയും അതിനടുത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ഓരോന്നും ഇപ്പം ചെക്ക് ചെയ്യുന്ന എന്തൊക്കെയാണ്? ആ ക്യാരക്ടർ A ആണോ, E ആണോ, I ആണോ, O ആണോ, U ആണോ ചെക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഓരോ കണ്ടീഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് A ആണെങ്കിലോ, E ആണെങ്കിലോ, I ആണെങ്കിലോ, O ആണെങ്കിലോ, U ആണെങ്കിലോ ഈ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ആണ്. നമ്മൾ ഓർ കൊടുത്തത്, ആൻഡ് അല്ല കേട്ടോ, ഓർ ആണ്. ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വവൽസ് ++. വവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണ്. ആ 0 ഇനിഷ്യലൈസ് ചെയ്ത് ഈ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ 0++ ദാറ്റ് മീൻസ് 1 ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ LCFിലോട്ട് വരും, നമ്മുടെ ചെക്ക് ചെയ്യാണ് ആ ക്യാരക്ടർ സ്മോൾ ലെറ്റർ എയ്ക്കും സ്മോൾ ലെറ്റർ ഇസഡിനും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണോ, ദാറ്റ് മീൻസ് എന്താ കൺസണൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുക അല്ലേ. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ
കൺസണൻസിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആകുന്നതായിരിക്കും. ഇനി അതുമല്ല എന്നിട്ട് ചെക്ക് ചെയ്യാണ് 0ക്കും 9നും ഇടയ്ക്കാണോ വരുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്നതാ ഡിജിറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകും, ഡിജിറ്റ്സ് പ്ലസ് പ്ലസ് ആവും. ഇനി അതൊന്നും അല്ല എന്നുള്ള കേസ് എന്തായിരിക്കും, വൈറ്റ് സ്പേസ് ആയിരിക്കും. അപ്പോൾ സ്പേസസ് പ്ലസ് പ്ലസ്, അതായത് സ്പേസ് എന്നുള്ള ആ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നതായിരിക്കും. ദെൻ ഫൈനലി അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് പ്രോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അറേ ഷഫിൾ ചെയ്യാനാണ്. ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഒക്കെ മാറി വരും. ഇപ്പം 1 2 3 4 5 6 7 അറേങ്കിൽ നമ്മൾ ഷഫിൾ ചെയ്യുമ്പോഴത്തേക്കും 6 5 പിന്നെന്താ 1 2 3 7 അങ്ങനെ വരാം. ഏത് ഓർഡർ വേണമെങ്കിലും വരാം. നമുക്ക് അതൊരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞാൽ. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ജസ്റ്റ് ലോജിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ക്ലാസ് മെത്തേഡൊന്നും കൊടുത്തിട്ടില്ല. ദെൻ നമ്മൾ അറേന്നൊരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ കുറച്ച് വാല്യൂസിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ റാൻഡം എന്നൊരു ക്ലാസ് ഉണ്ട് ജാവയിൽ യൂട്ടിൽ പാക്കേജിൽ വരുന്ന ഒരു ക്ലാസ്സാണ് റാൻഡം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് ഷഫിൾ ചെയ്യാനായിട്ടാണ്. നമ്മൾ റാൻഡം നമ്പേഴ്സിനെ കിട്ടാനായിട്ടാണ് നമ്മൾ റാൻഡം എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യുക. സോ അതിനായിട്ട് നമ്മൾ റാൻഡം എന്നൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫോർ ലൂപ്പ് കൊടുത്തു അറേനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. i = 0, i less than array.length ആണ്. ദെൻ റാൻഡം ഇൻഡെക്സ് ടു സാപ്പ് എന്ന് പറഞ്ഞ ഇൻഡിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് നമ്മൾ റാൻഡ് എന്നുള്ള, അതായത് റാൻഡത്തിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ അത് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് array.length, അതായത് അടുത്ത ഇൻഡിജറിനെ എടുക്കുകയാണ് നമ്മൾ. ഓക്കെ. ദെൻ ടെമ്പററി വേരിയബിളിലോട്ട് നമ്മൾ അതിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വരുന്ന അല്ലെങ്കിൽ ഇൻഡെക്സിൽ വരുന്ന ആ ഒരു നമ്പറിന്. ഇപ്പോൾ array of, ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടുമല്ലോ, അത് array of ഒരു ഇൻഡെക്സ് കൊടുക്കുന്നു. ദെൻ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, array of iനെ നമ്മൾ സ്വാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ array of iലോട്ട് ടെമ്പിനെ കൊടുക്കുന്നു. ഇങ്ങനെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഓരോ തവണ കിട്ടുന്ന ഓർഡർ തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത തവണ കിട്ടുക. അതാണ് റാൻഡം എന്നുള്ള ക്ലാസ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ. ദെൻ ഫൈനലി നമ്മൾ അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അത്രേ ഉള്ളൂ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2 strings are given as input Java program to whether 2 strings are anagram or not. അനാഗ്രാം എന്നുള്ളത് പാരഗ്രാം പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അനാഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പലയിടത്തും പല രീതിയിൽ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ട്രിങ്സ്, അതിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സെയിം ആയിരിക്കണം. അതുപോലെ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സും സെയിം ആയിരിക്കണം. പക്ഷെ അതിൻ്റെ ഓർഡർ അങ്ങനെ വെള്ളം വരാം. പക്ഷെ ചിലയിടത്ത് പറയുന്നുണ്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സെയിം ആവണമെന്നില്ല, ജസ്റ്റ് അതിൽ ആ വരുന്ന ക്യാരക്ടേഴ്സ് കോമൺ ആയാൽ മതി എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് എടുക്കുന്ന ആൾ നിങ്ങൾക്ക് സ്പെസിഫൈഡ് നിങ്ങൾക്ക് ചോദിക്കാം, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സെയിം ആവണോ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഒരു പ്രത്യേകിച്ച് പറയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ നോ പ്രോബ്ലം. ഞാനിവിടെ കൊടുത്തേക്കുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും സെയിം ആവണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഒന്നൊരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ JAVA ജാവ എന്ന് കൊടുത്തു, അതുപോലെ AVJ എന്ന് കൊടുത്തു. ഇത് രണ്ടും അനാഗ്രാമാണ്. കാരണം എന്താ, ഇതിലെ സെയിം ക്യാരക്ടർ തന്നെയാണ് ഇത് വന്നേക്കുന്നത്, പക്ഷേ അതിൻ്റെ ഓർഡർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് അനാഗ്രാം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രോഗ്രാം നോക്കാം. നമുക്ക് ആദ്യം മെയിൻ മെത്തേഡിൽ വരാം. അവിടെ നമ്മൾ സ്കാനർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മളൊരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ആ സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള ആ ഒരു സ്ട്രിങ് വേരിയബിളാണ് സ്റ്റോർ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അതിനെ നമ്മൾ സെക്കൻഡ് സ്ട്രിങ് എന്നുള്ള ഒരു സ്ട്രിങ് വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് യൂസിങ് 2 ലോവർ കേസ് മെത്തേഡ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള കാരണം ഓൾറെഡി നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞ കാരണം വെച്ചാൽ ഇപ്പോൾ രണ്ടിലും ഇപ്പം സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ഒക്കെ മാറി മാറി വരുന്നുണ്ടെങ്കിൽ ജാവ പ്രോഗ്രാം നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജാവ കമ്പയർ നോക്കുമ്പോഴത്തേക്കും അത് രണ്ടും സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വേറെ അതിന് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും ഒന്ന് തന്നെയല്ലേ. പക്ഷെ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതെ, ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ നമ്മൾ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത നമ്മൾ നമ്മുടെ ഫസ്റ്റ് അറേനെ ഒരു ക്യാർ അറയിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അതിനായിട്ട് നമ്മൾ ക്യാർ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഫസ്റ്റ് അണ്ടർസ്കോർ അറേ എന്ന് പറഞ്ഞിട്ടാണ് ആ അറയുടെ പേര് കൊടുത്ത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ, 2 ക്യാർ അറേ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ സെക്കൻഡ് സ്ട്രിങ്ങിനെ നമ്മൾ ക്യാരക്ടർ അറേയോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറിങ് ഇൻ എ ക്യാരക്ടർ അറേ കോൾഡ്
സെക്കൻഡ് അറേ എന്ന് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് അറേനെ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഓർഡറിൽ ABC എന്നുള്ള ആ ഒരു ഓർഡറിൽ വരാനായിട്ട് നമ്മൾ സോർട്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സോർട്ടിങ്ങിനായിട്ട് വേറെ നമ്മുടെ ലോജിക്ക് എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മൾ അറേസ് ക്ലാസ്സിലെ സോർട്ട് എന്നുള്ള ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോർട്ട് എത്തുന്നത് ഫസ്റ്റ് അറേനെ പാസ് ആ സോർട്ടായിട്ട് അതിൽ തന്നെ സ്റ്റോർ ആവുന്നതായിരിക്കും. സെക്കൻഡ് അറേനെ അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഒരു മെത്തേഡ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ, എന്ത് ഈസ് അനാഗ്രം എന്ന് പറഞ്ഞിട്ട്, ഇത് ഈസ് അനാഗ്രം അതിനെ നമ്മൾ കോൾ ചെയ്യാണ് നമ്മുടെ ഈ മെയിൻ മെത്തേഡിൽ നിന്ന്. ഇത് ഇൻസൈഡ് ഇഫ് കണ്ടീഷൻ, ഇഫ് എന്ന് ചെക്ക് ചെയ്യാണ് ഈസ് അനാഗ്രം ഓഫ് ഫസ്റ്റ് അണ്ടർസ്കോർ അറേ സെക്കൻഡ് അണ്ടർസ്കോർ അറേ. നമ്മൾ ആ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്തല്ലോ, ഇപ്പോൾ സോർട്ടും ചെയ്തിട്ടുണ്ട്. സോ ആ രണ്ട് അറേ നമ്മൾ പാസ് ചെയ്യുകയാണ് ഈസ് അനാഗ്രം എന്നുള്ള മെത്തേഡിലോട്ട്. ദെൻ ആ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂ, അതായത് ബൂളിയൻ വാല്യൂലേക്ക് റിട്ടേൺ ചെയ്യുക. സോ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആകും, അങ്ങനെ അത് പ്രിന്റ് ചെയ്യും 2 strings are anagrams എന്നുള്ളത്. ഇൻ കേസ് അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എക്സിക്യൂട്ട് ആവുക 2 strings are not anagram എന്നുള്ളത്. ഇതൊക്കെ ഈസ് അനാഗ്രം എന്നുള്ള മെത്തേഡ് നോക്കാം. അവിടെയാണ് നമ്മുടെ ആക്ച്വൽ ലോജിക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാണ് ഇനി എൻ്റെ ലെങ്ത് സെയിം ആണോ എന്നുള്ളത്. ലെങ്ത് സെയിം ആവണം നമ്മൾ മാൻഡറ്ററി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കേസിൽ. സോ ചെക്ക് ചെയ്യാണ് അതിൻ്റെ ലെങ്തും സെയിം അല്ലല്ലോ, നോട്ട് ഈക്വൽസ് ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്ത് അപ്പോൾ തന്നെ അത് കണ്ടീഷൻ ഫെയിൽ ആയിട്ട് തിരിച്ച് റിട്ടേൺ ബാക്ക് ടു മെയിൻ മെത്തേഡ് ആയിരിക്കും. കാരണം ആ നഗരം അല്ലെന്ന് അപ്പോൾ തന്നെ അത് പ്രൂവ് ആയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻ കേസ് അത് ട്രൂ ആണ്, ദാറ്റ് മീൻസ് രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ ബാക്കി പോർഷനിലോട്ട് വരും. ഫോർ ലൂപ്പ് കൊടുത്തു i = 0, i less than ഫസ്റ്റ് ഡോട്ട് ലെങ്ത് ആദ്യത്തെ അറേയുടെയാണ്, അതിൻ്റെ ലെങ്ത് എടുക്കുന്നു i++. ദെൻ ചെക്ക് ചെയ്യണം if ഫസ്റ്റ് ഓഫ് i നോട്ട് ഈക്വൽ സെക്കൻഡ് ഓഫ് i. ഫസ്റ്റ് അറേയുടെ ഫസ്റ്റ് ക്യാരക്ടറും സെക്കൻഡ് അറേയുടെ ഫസ്റ്റ് ക്യാരക്ടറും ചെക്ക് ചെയ്യണം നോട്ട് ഈക്വൽസ് ആണോ എന്ന്. നോട്ട് ഈക്വൽ അല്ലല്ലോ എന്നാണ് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വെച്ചാണെങ്കിലും അത് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ മീൻസ് ഇത് ഫോൾസ് ആയിട്ട് ഏതൊരു പോയിന്റ് ഓഫ് ടൈം വെച്ചിട്ട് ഫോൾസ് ആവുന്നത്, ദാറ്റ് മീൻസ് ആ ക്യാരക്ടർ സെയിം അല്ല എന്ന് വരുന്നുണ്ടെങ്കിൽ അത് അനാഗ്രാം അല്ലല്ലോ. സോ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് മെയിൻ മെത്തേഡിലോട്ട് പോകുക. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവുന്നു, അത് ട്രൂ എന്നായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാൻ അവിടെ പാടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ സോർട്ട് ചെയ്യാനുള്ള രീതി ഒരു കാര്യം കൊടുക്കാനുള്ള കാരണം അതാണ്. സോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നാ പറ്റുന്നത്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറയുക, ഫസ്റ്റ് ക്യാരക്ടറെ എടുത്തിട്ട് സെക്കൻഡ് ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓരോ ക്യാരക്ടർ ഫസ്റ്റ് അറേയുടെ ഫസ്റ്റ് ക്യാരക്ടർ സെക്കൻഡ് അറേയുടെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ ഫസ്റ്റ് അറേയുടെ സെക്കൻഡ് ക്യാരക്ടർ എടുത്തിട്ട് സെക്കൻഡ് അറേയുടെ സെക്കൻഡ് ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്ത് പോകണം ഈക്വൽ ആണോ എന്നുള്ളത്. എങ്കിൽ മാത്രം അനാഗ്രാമാണ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു കമ്പാരിസൺ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സോർട്ട് ചെയ്തേക്കുന്നത് ആദ്യം തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു റിമൂവ് എ വേർഡ് ഫ്രം ദ സ്ട്രിങ് വിത്തൗട്ട് ബിൽറ്റ് ഇൻ മെത്തേഡ്. ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് ബിൽറ്റ് ഇൻ മെത്തേഡ് എന്ന്. കാരണം റീപ്ലേസ് ഓൾ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 4-5 ലൈൻസ് ഓഫ് കോഡ് മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ റിമൂവൽ പരിപാടി നടത്താൻ പറ്റും. ഓക്കെ, അപ്പം അതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എഴുതി കൊടുക്കാവുന്ന കോഡാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ തന്നെ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അവരോട് നിങ്ങൾ എന്താണ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത്. വിത്തൗട്ട് ബിൽറ്റ് ഇൻ മെത്തേഡ് ആണോ വിത്ത് ബിൽറ്റ് ഇൻ മെത്തേഡ് ആണോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഒരു സ്ട്രിങ് അതിൽ നിന്ന് ഒരു വേർഡ് പറയുന്നു, ആ വേർഡ് റിമൂവ് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മെയിൻ മെത്തേഡ് ഉണ്ട്. അവിടെ നമ്മൾ ഇത് കൊടുക്കുവാണ് എന്താണ് സ്ട്രിങ്, ആക്ച്വൽ സ്ട്രിങ് എന്നുള്ളത്. സോ വെൽക്കം ടു ടെക്സ്റ്റ് ബൈ മിറാണ്ട എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ അവിടെ നമ്മൾ റിമൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന വേർഡ് കൊടുക്കുക. അത് ഞാൻ വേർഡ് എന്ന് പറയുന്ന സ്ട്രിങ് വേരിയബിളാണ് സ്റ്റോർ ചെയ്യുക. 2 എന്നുള്ള ആ ഒരു വേർഡ് ഉണ്ടല്ലോ ഇവിടെ, അതാണ് റിമൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കൊടുത്തു. ദെൻ നമ്മൾ റിമൂവ് എന്നൊരു മെത്തേഡ് മുകളിൽ കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാണ്. ഒന്ന് ഈ ആക്ച്വൽ സ്ട്രിങ്ങും ആൻഡ് സെക്കൻഡ്ലി ഈ ഏത് വേർഡാണോ റിമൂവ് ചെയ്യേണ്ടത് അതും പാസ് ചെയ്യുക. ദാറ്റ് മീൻസ് STRഉം വേർഡും ഈ 2 വേരിയബിൾസ് ആണ് പാസ് ചെയ്യുന്നത്. നമുക്ക് മെയിനിലോട്ട് വരാം. റിമൂവ് എന്നുള്ള മെത്തേഡ് ഇവിടെ തന്നെ റിസീവ് ചെയ്യുന്നുണ്ട്. STR ആൻഡ് വേർഡ് എന്നുള്ള വേരിയബിൾസിനെ കൊടുത്തേക്കുന്നത്. ദെൻ ഒരു സ്ട്രിങ് അറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, MSG എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഈ സ്ട്രിങ്ങിലെ വേർഡ്സിനെ. സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്, ആ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ആ സ്പേസ് വരുന്ന
സ്പേസ് സെപ്പറേഷൻ വരണം. ഓക്കെ, അത് അങ്ങനെ ആ വേർഡ്സിനെ എടുക്കണം. അപ്പോൾ ദാറ്റ് മീൻസ് അതെന്താണ്, ആ ഒരു സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ ആ വേർഡ്സിനെ സെപ്പറേറ്റ് അറേ വാല്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ. ഇപ്പം നമ്മുടെ കേസിൽ വെൽക്കം ടു ടെക്സ്റ്റ് ബൈ മിറാൻഡ എന്നാണെങ്കിൽ വെൽക്കം, പിന്നെ ടു, പിന്നെ ടെക്സ്റ്റ് പിന്നെ ബൈ, അങ്ങനെ ഓരോരോ വേർഡ്സിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഈ MSG എന്നുള്ളൊരു അറേ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം മനസ്സിലായോ? അതാണ് നമ്മൾ സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്തത്. എന്തിൻ്റെ ബേസിസിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ആ ഒരു സ്പേസ് വരുന്നത്, അതാണ് നമ്മുടെ empty സ്പേസ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊരു empty സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ STR എന്ന് പറഞ്ഞ് new_STR എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഓരോ സ്ട്രിങ്ങിനെ എടുത്തിട്ട് നമ്മൾ ആ ഓരോ വേർഡ്സ് സെപ്പറേറ്റ് ചെയ്തല്ലോ, ആ ഒരു അറേക്കകത്ത് MSL അറേക്കകത്തുണ്ട്, അതിൽ കൂടെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്തിട്ട് ആ വേർഡിൽ കൂടെ ട്രാവൽ ചെയ്യാനാണ് പോകുന്നത്. അതിന് നമ്മൾ ഫോർ ഈച്ച് ലൂപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫോർ സ്ട്രിങ് വേർഡ്സ് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങോട്ട് നമ്മൾ എൽ നിന്ന് എടുക്കുന്നത് MSG എന്നുള്ള ആ ഒരു സ്ട്രിങ് അറേയിൽ നിന്നാണ്. സോ അതാണ് MSG എന്ന് കൊടുത്തത്. ദെൻ എന്താണ് ഇഫ് കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്? ഇപ്പം ഡിസൈഡ് വേർഡ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചെക്ക് ചെയ്യാണ്. സോ ഇഫ് വേർഡ്സ് ഈക്വൽസ് വേർഡ്, ശ്രദ്ധിക്കുക നോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം ഈ വേർഡ്സിനകത്ത് വന്നേക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വേർഡ് ഉണ്ടല്ലോ, അത് ഈക്വൽ പാടില്ല. നോട്ട് ഈക്വൽസ് നോട്ട് എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈക്വൽസ് വേർഡ് എന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു empty സ്ട്രിങ് ഉണ്ടല്ലോ, അതിലോട്ട് അതിനെ അപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ജോയിൻ ചെയ്യും. സോ new_STR ഈക്വൽസ് new_STR പ്ലസ് വേർഡ്സ് എന്നാണ് വരുന്നത്. സോ അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഇപ്പം ഇൻ കേസ് നമ്മൾ പാസ് ചെയ്തപ്പോൾ 2 എന്നുള്ള ഒരു വേർഡാണല്ലോ നമ്മൾ റിമൂവ് ചെയ്യാൻ പോണത്. സോ നമുക്ക് നോക്കാം ഫോർ ഈച്ച് ലൂപ്പിൽ ആദ്യം എന്ത് ചെയ്യും? MSGക്കകത്ത് എന്നുള്ള അതിനെടുക്കുകയാണ്. അപ്പം ഇപ്പം ആദ്യത്തെ വേർഡ് എന്താ MSGക്കകത്ത് വരിക? വെൽക്കം അല്ലേ? സോ വെൽക്കം എന്നുള്ളത് എടുക്കുന്നു. ദെൻ ആ ചെക്ക് ചെയ്യണം. ഈ ഇഫ് കണ്ടീഷനകത്ത് വന്നിട്ട് വെൽക്കം എന്നുള്ളത് നമ്മൾ അവിടെ റിമൂവ് ചെയ്യാൻ കൊടുത്തേക്കുന്ന ആ വേർഡ് 2 ആണ് കേട്ടോ. സോ അത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ വെൽക്കം ടു ഈക്വൽ ആണോ? അല്ല. സോ എന്ത് പറ്റും? ഈ ഒരു ഇഫ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ എന്തൊരു വെൽക്കം എന്നുള്ളത് സ്റ്റോർ ചെയ്തു new_STRലോട്ട്. വീണ്ടും അടുത്ത വേർഡ് എടുക്കുന്നു ഫോർ ഈച്ച് വന്നിട്ട്. അപ്പം വെൽക്കം ടു എന്നുള്ളതാണ് വന്നത്. ഓക്കെ, അപ്പം നോക്കുമ്പോൾ ഇവിടെ ഇഫ് കണ്ടീഷൻ വരുമ്പോൾ എന്ത് വരും? 2 ഈക്വൽസ് 2 എന്നാണോ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ അത് ട്രൂ ആണ്. ദറ്റ് മീൻസ് ഈ കണ്ടീഷൻ ട്രൂ ആയി മാറി. സോ ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇത് എക്സിക്യൂട്ട് ആവത്തില്ല. ദറ്റ് മീൻസ് ആ 2 എന്നുള്ള വേർഡിനെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ 2 പോയി. ദെൻ വീണ്ടും നമ്മുടെ ഫോർ ഈച്ച് ലൂപ്പിൽ വരുന്നു. അടുത്ത അറേ വാല്യൂ എടുക്കുന്നു. എന്താണ്? വെൽക്കം ടു ടെക്സ്റ്റ്. സോ ടെക്സ്റ്റ് എന്നുള്ള വേർഡ് എടുത്തു. അതാണ് ഇപ്പോൾ വേർഡ്സിൽ വന്നേക്കുന്നത്. അത് കണ്ടീഷനകത്ത് പോയി ചെക്ക് ചെയ്യാണ്. ടെക്സ്റ്റ് ഈക്വൽസ് 2 എന്നുള്ളതാണോ എന്ന്. അപ്പോൾ അത് ട്രൂ അല്ല. സോ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. സോ ഓൾറെഡി വെൽക്കം ഇവിടെ കിടപ്പുണ്ടായിരുന്നു new_STRനകത്ത്. സോ വെൽക്കം ടെക്സ്റ്റ് എന്ന് വരുന്നു. അങ്ങനെയാണ് ഈ ഒരു ലോജിക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ദെൻ ഫൈനലി എന്ത് വരും? ഈ new_STRനകത്ത് നമ്മുടെ ആ റിമൂവ് ചെയ്തിട്ടുള്ള ഫൈനൽ സ്ട്രിങ് ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയുള്ള എൻ്റെ ലോജിക്ക്. വളരെ സിമ്പിൾ. അടുത്ത പ്രോഗ്രാം, റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു റിമൂവ് ദ ഡ്യൂപ്ലിക്കേറ്റ്സ് ഫ്രം ആൻ അറേ. ഒരു അറേയിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്, ഇൻഡിജർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം സ്ട്രിങ് അല്ല, അതിന് എടുത്ത് പറയാൻ കാരണം അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചുകൂടെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം. ഞാനിവിടെ ബിൽറ്റ് ഇൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സോർട്ട് മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നുണ്ട്. അറേസ് എന്നുള്ള ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് സോർട്ട് എന്ന് പറഞ്ഞത് എന്തിനാണ്? സോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഷഫിളായി കിടക്കുന്ന വാല്യൂസ് ആയിരിക്കും അതിന് സോർട്ട് ചെയ്യാൻ. അസെൻഡിങ് ഓർഡറിൽ ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതായിരിക്കും അത്. ഓക്കെ, സോ ആ ഡ്യൂപ്ലിക്കേഷൻ ലോജിക്കാണ് നോക്കുക. അപ്പം നമ്മളിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. മെയിൻ മെത്തേഡ് വരാം കേട്ടോ. മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തു കൊടുത്തേക്കുന്നുണ്ട്. 3 2 1 1 2 2 3 കൊടുത്തിട്ടുണ്ട്. കുറേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുമുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യാൻ പോവുകയാണ് റിമൂവ് ചെയ്തിട്ടതിന് ശേഷം വരുന്നതിനെ. സോ നമ്മൾ അതിനായിട്ട് ആ മെത്തേഡിനെ കോൾ ചെയ്തുകൊണ്ടാണ് അതിനെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ആ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ആ റിപ്പീറ്റഡ് വാല്യൂസിനെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള അറേ ആയിരിക്കും. അതിനോട് പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ കോൾ അങ്ങോട്ട് പോവും. റിമൂവ് ഡ്യൂപ്പ് എലമെന്റ്സ് എന്നുള്ള ഈ ഒരു മെത്തേഡിലോട്ട് വരുന്നു. ഇവിടെ നമ്മൾ അറേനെ റിസീവ് ചെയ്യുന്നു, പാസ് ചെയ്തത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ അത് ആദ്യം സോർട്ട് ചെയ്യുകയാണ്, അതായത് അസെൻഡിങ് ഓർഡറിൽ.
നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് അറേയുടെ ലെങ്ത് 0 ആണ്. ഇപ്പോൾ അറേ എം ടി ആണോ എന്നാണ് അതിൻ്റെ മീനിങ്. ആണെങ്കിൽ റിട്ടേൺ 0 ഒന്നും ചെയ്യാമല്ലോ. അപ്പോൾ 0 റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ ഒരു ജെ എന്നൊരു ഇൻറ്റീജർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 0 ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദെൻ ഒരു ഐ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ i = 1 ആണ്. i ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണ് കൊടുത്തത്. കംപ്ലീറ്റ് അറേ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് i++. ഇഫ് അടുത്തൊരു ഇഫ് കണ്ടീഷൻ എന്താണ്? ഇഫ് അറേ ഓഫ് i നോട്ട് ഈക്വൽസ് അറേ ഓഫ് j ആണെങ്കിൽ j++ ആണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, അറേ ഓഫ് i എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഇപ്പം ആദ്യത്തെ എലമെന്റ് എടുക്കുവാണ്, അത് ഈക്വൽസ് ആണോ അറേ ഓഫ് ജെ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. അറേ ഓഫ് ജെ എന്ന് പറയുന്നത് 0 ഫസ്റ്റ് എലമെന്റ് ഉള്ളത്. സോ അതാണോ നോക്കുവാണ്. അങ്ങനെ സെയിം അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ഈക്വൽസ് ആണ് കൊടുത്തേക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ j++ ആയിരിക്കും, അത് ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ അറേ ഓഫ് ജെയിലോട്ട് എന്ത് വരും? അറേ ഓഫ് i വരും. ഇപ്പം ഈ ജെ യൂസ് ചെയ്യുന്ന കാരണം മനസ്സിലായി. നമ്മൾ സ്വാപ്പിംഗ് എന്നൊരു കോൺസെപ്റ്റ്, അതായത് ഒന്നിൽ നിന്നെടുത്ത് മറ്റൊന്നിലോട്ട് കൊടുക്കുന്നു, ആ ഒരു പരിപാടി നടക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യും? അത് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. പിന്നെ ആ അറേ ഓഫ് ജെ പെയർ ഓഫ് 0 എന്ത് വരും? ഐയുടെ വാല്യൂ കൊണ്ടുവരുന്നു. ദെൻ വീണ്ടും ഈ ലൂപ്പ് ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫൈനലി എന്ത് പറ്റും? ഈ മാച്ചിങ് എവിടെ വരുന്നോ അപ്പോൾ എന്ത് പറ്റും? ആ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് റിമൂവ് ആയി പോകും. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ദെൻ ഫൈനലി ആ j+1 എന്നുള്ള അത് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് അറയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എലിമെന്റ്സ് റിമൂവ് ചെയ്യുക. അതുപോലെ വേറെ ലോജിക്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് സിമുലേറ്ററിനും കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് പാറ്റേൺ പ്രിന്റിംഗ് ആണ്. ഈ പാറ്റേൺ പ്രിന്റിങ് കൂടുതലും ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരു 2 years 3 years ഒക്കെ ഓക്കെ അത്രയുള്ളവർക്കൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ. ഒരു 5 years 6 years അങ്ങനെയുള്ളവരൊന്നും ഈ പാറ്റേൺ പ്രിന്റിംഗ് ഒന്നും ചോദിക്കാൻ ചാൻസസ് ഇല്ല. ഓക്കെ, പിന്നെ പാറ്റേൺ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ്. ഓക്കെ, സ്റ്റാർ ഇട്ട് വരുന്നുണ്ട്, ഇൻറ്റിജർ നമ്പേഴ്സ് 1 2 3 വെച്ചിട്ട് ചെയ്യാൻ വരുന്നുണ്ട്, പിന്നെ ആൽഫബറ്റ്സ് ലൈക്ക് ABCD വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട്. പിന്നെ സ്പേസസ് വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു അതുപോലെ സ്ട്രക്ചറും വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഈ പിക്ചർ കൊടുത്തേക്കുന്നത് ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരിക്കലും എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ പ്രിന്റിങ് മെയിൻലി ഈ ലൂപ്പ് ഇട്ടുള്ള കളിയാണ്. ഓക്കെ, കൂടുതൽ നമ്മൾ ഫോർ ലൂപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. ആ ഫോർ ലൂപ്പ് ഇട്ടിട്ടുള്ള കളികളാണ് നടക്കുന്നത്. ചിലപ്പം ഐ ലൂപ്പ് മാത്രം മതി, അല്ലെങ്കിൽ ജെ വേണ്ടി വരും, ചിലപ്പോൾ കെ വേണ്ടി വരാം. സോ ഈ ലൂപ്പ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചുള്ള ആ ഒരു ലോജിക്കാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പം അതിനായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കോമൺലി വരുന്ന കുറച്ച് പാറ്റേൺസ് നന്നായിട്ട് തന്നെ ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് എടുത്തിട്ടോ ട്യൂട്ടോറിയൽ എടുത്തിട്ടോ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ചെയ്ത് എക്ലിപ്സ് ആണെങ്കിൽ എക്ലിപ്സ്, അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ ചെയ്ത് നോക്കുക. ദെൻ ആ പ്രോഗ്രാമിൽ നമ്മൾ തന്നെ വേരിയേഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തുക, അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അടുത്ത് വേറൊരു പാറ്റേൺ ഉണ്ടാക്കാനായിട്ട്. അപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്നത്, ആ ലൂപ്പിൽ എന്ത് ചേഞ്ചസ് വരുത്തിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു പാറ്റേൺ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് പാറ്റേൺ പഠിക്കാനുള്ള ഒരു ഈസിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഓക്കെ ഇത് കണ്ടോ, ഈ ഒരു പാറ്റേൺ പറയുന്നത് 1 പിന്നെ 2 2, അടുത്ത ലൈനെ 3 3, അതായത് ഫസ്റ്റ് ലൈനെ 1 എന്ന് മാത്രം, സെക്കൻഡ് ലൈനെ വരുമ്പോൾ 2 പ്രാവശ്യം 2 2 വരണം, തേർഡ് ലൈനെ വരുമ്പോൾ 3 പ്രാവശ്യം 3 വരണം, അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരാം. നമ്മുടെ മെയിൻ മെത്തേഡ്, അവിടെ നമ്മൾ 6 ലൈനിലാണ് പ്രിന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ n എന്നുള്ള 6 കൊടുത്തു. ദെൻ പ്രിന്റ് പാറ്റേൺ ഓഫ് n, ആ മെത്തേഡ് കോൾ ചെയ്ത് നമ്മളിവിടെ എത്തി പ്രിന്റ് പാറ്റേൺ ഓഫ് അവിടെ എന്നിനെ റിസീവ് ചെയ്യുന്നു. ദെൻ ഐയും ജെയും ലൂപ്പിൻ്റെ വേരിയബിൾസ് ആണ്, അതിനെ ഇത് ഡിക്ലെയർ ചെയ്തു. ദെൻ ഐ ലൂപ്പാണ് ഔട്ടർ ലൂപ്പ്. എന്തിനാ? ടു ഹാൻഡിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഇതൊരു റോ, രണ്ടാമത്തെ ഇതൊരു റോ, ഇത് 3 റോ, അങ്ങനെ റോസ്. ആ റോസിനെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഈ ഐ ലൂപ്പ് അല്ലെങ്കിൽ ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇന്നർ ലൂപ്പാണ് ജെ കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ആ സ്പേസ് പ്രിന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ 1 ഇവിടെ സ്പേസ് ഇല്ല, അവിടെ 2 ഇവിടെ ഒരു സ്പേസ്, 3ക്ക് ഇവിടെ 2 സ്പേസ് വന്നിട്ടുണ്ട്. ആ സ്പേസിനെ ഹാൻഡിൽ ചെയ്യാൻ ജെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങോട്ട് വരാം. സോ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n i++. ദെൻ ജെ ഈക്വൽസ് 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽസ് n മൈനസ് ഐ. അത് വരാൻ കാരണം എന്താ? സോ എന്നിൻ്റെ വാല്യൂ എന്താ? 6 ആണ്. സോ 6 മൈനസ് ഐ. സോ ഫസ്റ്റ് ടൈം ഐയുടെ വാല്യൂ 1 ആണ്. സോ 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ 5.
അതാണോ ചെക്ക് ചെയ്യണം ജെയുടെ വാല്യൂ. ഓക്കെ, ദെൻ ജെ പ്ലസ് പ്ലസ് ജെ ഇൻക്രിമെൻറ്റ്. ദെൻ അവിടെ സ്പേസ് പ്രിന്റ് ചെയ്യണം. ഒരു സ്പേസ് വരുന്നുണ്ടോ ഓരോ ഡിജിറ്റിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീനായിട്ട്, അതിനാണ് ഡബിൾ കോട്ട്സ് കൊടുത്തേക്കുന്നത്. അടുത്ത നമ്മൾ നമ്പർ പ്രിന്റ് ചെയ്യണം. സോ നമ്പർ പ്രിന്റ് നമ്മൾ ജെ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ജെ ഈക്വൽസ് 1, ജെ ലെസ് ആർ ഈക്വൽ ടു ഐ ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ദെൻ എന്ത് പറ്റും, അവിടെ ആ നമ്പറിനെ അത് പ്രിന്റ് ചെയ്യുകയാണ്. എന്താ പ്രിന്റ് ചെയ്യുക, ഐ പ്ലസ് ആണ് ആ നമ്പർ വരിക. ഐയുടെ വാല്യൂ ആയിരിക്കും ആ ഓരോ റോയിലും ഐയുടെ വാല്യൂ ഇല്ല. ഇപ്പോൾ ഐയുടെ ഫസ്റ്റ് റോയിൽ 1 ആയിരിക്കും പ്രിന്റ് ചെയ്യുക, സെക്കൻഡ് റോയിൽ 2. അപ്പോൾ ദാറ്റ് മീൻസ് ആ റോയുടെ നമ്പർ എന്താണോ അതായിരിക്കും ആ റോയിൽ പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഐ പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലൈനിലോട്ട് പോകണം. അതിൻ്റെ നമ്മൾ സിസ്റ്റം ഔട്ട്പുട്ട് പ്രിന്റ് എല്ലാം കൊടുത്തേക്കുന്നത്. ശ്രദ്ധിക്കുക ഓരോ ലൂപ്പും ഏതൊക്കെ ലൂപ്പിലുണ്ടല്ല വരിക എന്നുള്ളത്. ഇപ്പം ഇത് കണ്ടില്ല, ഈ 4 ഈ ഇന്നർ ഐ ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ക്ലോസിങ് വരുന്നത് ഇവിടെയാണ്. സോ അതിൻ്റെ ഇടയ്ക്കാണ് ഈ 2 ലൂപ്പുകൾ നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനാണ്. സോ നോക്കാം, ഇവിടെ str എന്ന സ്ട്രിങ് വേരിയബിൾ, അവിടെ ഞാൻ ടെക്സ്റ്റ് സ്കൂപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ട്രിങ് ക്യാരക്ടേഴ്സ് എന്നാക്കിയാൽ സിയും അതെ ഓയും അതെ. സി 2 പ്രാവശ്യം വരുന്നുണ്ട്, ഓ 2 പ്രാവശ്യം വരുന്നുണ്ട്. സോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടറെ റിമൂവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, എന്നിട്ട് കൗണ്ട് എന്നൊരു ഇൻഡിജർ വേരിയബിളിനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വിത്ത് 0. ദെൻ ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യാണ്, ക്യാർസ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ക്യാരക്ടർ അറേയിലോട്ട് നമ്മളുടെ ഈ സ്ട്രിങ്ങിനെയാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടു ക്യാർ അറേ. അത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടു ക്യാർ അറേ. അതിൻ്റെ യൂസ് എന്താണ്, ഒരു സ്ട്രിങ്ങിനെ ക്യാരക്ടർ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടു ക്യാർ അറേ. സോ ഈ ടെക്സ്റ്റ് സ്കൂപ്പ് എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ ഒരു ക്യാരക്ടർ അറേയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിലെ അറേയിലെ ഓരോ ക്യാരക്ടേഴ്സിനും സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, ഈ ക്യാർസ് എന്നുള്ള ആ ഒരു അറേയിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടേഴ്സ് ആർന്ന് പറഞ്ഞിട്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ക്യാരക്ടർ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. 2 ഫോർ ലൂപ്പ് വേണം. അതിനായിട്ട് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എവിടെ വരെ ട്രാവൽ ചെയ്യണം, അത് ആ കംപ്ലീറ്റ് സ്ട്രിങ് എടുക്കേണ്ടത്. സോ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരെ. ദെൻ ഐ പ്ലസ് പ്ലസ്, ദെൻ ഒരു ജെ നെക്സ്റ്റ് ക്യാരക്ടർ എടുക്കാനുണ്ട്. സോ ജെ ഐ പ്ലസ് 1 കൊടുത്തു. ജെ ലെസ് ദാൻ str ഡോട്ട് ലെങ്ത് തന്നെയാണ് വരിക. നമ്മൾ എന്താ കമ്പയർ ചെയ്യേണ്ടത്, വളരെ ഈസിയാണ് ഈ പ്രോഗ്രാം. എന്താണ് കമ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ എടുത്തേക്കുന്ന ക്യാരക്ടർ അടുത്ത ക്യാരക്ടറുമായിട്ട് ഇപ്പം ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക അല്ല. സോ അതിനായിട്ട് നമ്മൾ ഈ ക്യാർസ് എന്നുള്ള അറയിൽ ഒരു വാല്യൂ എടുക്കാം. സോ അതിൻ്റെ ക്യാർസ് ഓഫ് ഐ കൊടുത്തു, ഡബിൾ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ. ക്യാർസ് ഓഫ് ജെ ആണോ നോക്കുന്നു, ആണെങ്കിൽ അതെന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. ദെൻ കൗണ്ട് പ്ലസ് പ്ലസ്, അതിൻ്റെ അപ്പം എന്ത് ചെയ്യും, ഒരു മാച്ചിങ് കിട്ടില്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കൗണ്ട് എന്നുള്ള വേരിയബിൾ ഉണ്ടല്ലോ, ഇവിടെ ഇനിഷ്യലൈസ് 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തേ, അത് 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ അത് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോരുന്നു. ദെൻ വീണ്ടും അത് ലൂപ്പ് പോകുന്നു. ലൂപ്പ് പോയിട്ട് വീണ്ടും അടുത്ത ക്യാരക്ടറിനെ എടുത്ത് മറ്റേ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ദെൻ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതും പ്രിന്റ് ചെയ്യും. ദെൻ വീണ്ടും അതിൻ്റെ വാല്യൂ എന്താ 2 ആയി മാറുന്നു. ഓക്കെ, അങ്ങനെ ഈ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക്. അപ്പം ഞാനിവിടെ 12 പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജാവ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ആമസോൺ കാർഡ് പോലെയാണ്. അത് നമുക്കൊരിക്കലും ഇന്ന ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അത് ഓരോ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഞാൻ ഈ കവർ ചെയ്ത് പോയിരിക്കുന്ന ഇപ്പം നമ്മളൊരു 12 പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്തു. ഈ 12 പ്രോഗ്രാംസ് വരുന്ന ഓരോ ടോപ്പിക്ക് വഴിയാണല്ലോ. സോ അതെല്ലാം നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് ആണ്. അതിൽ നിന്ന് തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ച് വയ്ക്കണം. ഇത് നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിക്കാൻ ഞാൻ പറഞ്ഞ ഒരിക്കലും ഉണ്ട്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ കുത്തി ടൈപ്പ് ചെയ്ത് പഠിക്കണമെന്നല്ല പറയുന്നത്. ആ ലോജിക്ക് മനസ്സിലാക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റൊരു വേരിയേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാരണം ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതിനായിട്ട് ഒരിക്കലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിലെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ടൈപ്പ് ചെയ്യുക, നിങ്ങളെ ടൈപ്പ് ചെയ്യുക, പ്രോഗ്രാം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകാതെ പോയത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. ഓക്കെ, സോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഷോർട്സ് ഒക്കെ ആയിട്ട് പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇടാനായിട്ട്. ചില ടൈമിങ്ങിൻ്റെ ചില ഇഷ്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ ചില ഷോർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ല പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.